ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിഷ. ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ഥിരമായ ഓഫർ വീഡിയോകളിൽ കണ്ടു മടുക്കാത്ത കുറച്ച് വെറൈറ്റി പ്ലാന്റ്സുകൾ കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 40 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലർ കുറച്ച് വീഡിയോയുടെ കുറച്ച് ഭാഗം കണ്ടിട്ട് പറയുന്നൊരു കമൻറ്റാണ്, ഇത് വെറുതെ പറയുന്നതാണ്, 40 രൂപയുടെ പ്ലാന്റ്സ് ഒന്നും കണ്ടില്ല എന്നുള്ളത്. മാക്സിമം എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ട ശേഷം മാത്രം കമൻ്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അയച്ചു തരുന്നത്. ചിലർ ചോദിക്കുന്നതാണ് വീടുകളിൽ എത്തിച്ചു തരുമോ എന്നുള്ളത്. നമ്മൾ DTDC കൊറിയർ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത്. ആദ്യമേ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്തിയ ശേഷമാണ് അഡ്രസ്സും ഇട്ട് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ അയക്കുന്നത്. കോഡ് അവൈലബിൾ അല്ല. ഫസ്റ്റ് വണ്ണായിട്ട് കാണിക്കുന്നത് ഈ ഒരു റെക്സ് ബിഗോണിയാണ്. റെക്സ് ബിഗോണിയുടെ റേറ്റ് വരുന്നത് 80 രൂപയാണ്. ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് വിത്തൗട്ട് പോട്ടായിട്ടാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ക്യാൻഡിൽ പ്ലാന്റ് ആണ്. 70 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകൾ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് അയക്കുന്നത്. ഇതിന് ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ വെച്ച് അധികം മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്. അടുത്തതായിട്ട് കലാത്തിയാണ്. കലാത്തിയുടെ ഈ ഒരു ടൈപ്പ് കലാത്തിയുടെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് 40 രൂപയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഇക്സോറ പ്ലാന്റ് ആണ്. ഇക്സോറയുടെ നോർമലി കാണുന്ന ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് അല്ല ഇത്, ഒരു ലേശം മിനിയേച്ചറായിട്ടുള്ളൊരു വെറൈറ്റി പ്ലാന്റ് ആണിത്. നെക്സ്റ്റ് വൺ വരുന്നത് നെബുല എന്നറിയപ്പെടുന്ന സ്ട്രോബെറി വെറൈറ്റിയാണിത്. ഇത് എല്ലാ ക്ലൈമറ്റിലും ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. കായൊക്കെ ആയി തുടങ്ങിയ ഒരു പ്ലാന്റിനാണ് 100 രൂപ വരുന്നത്. നെക്സ്റ്റ് വൺ റെഡ് ജാക്കോബിന പ്ലാന്റ് ആണ്. റെഡ് ജാക്കോബിനയും തന്നെ നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കൂടുതൽ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ, കൂടുതൽ പരിചരണങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഓൾ സീസണായിട്ട് പൂക്കളുണ്ടാകുകയും ചെയ്യും. നെക്സ്റ്റ് വൺ മിനിയേച്ചർ അലമാണ്ട പ്ലാന്റ് ആണ്. ഇതൊരു ഒരുപാട് വള്ളിയായി കയറി പോകുന്ന ടൈപ്പല്ല, കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ നിറഞ്ഞ് പൂക്കളുണ്ടാകുന്നൊരു പ്ലാന്റ് ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രീൻ ഓക്സാലിസ് ആണ്. ഗ്രീൻ ഓക്സാലിസിൽ ഈ ഒരു ഷെയ്ഡിലുള്ള നല്ല പർപ്പിൾ കളറിലുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത്. നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഗ്രീൻ ഓക്സാലിസ്. ലീഫാണ് കൂടുതൽ ഭംഗി. നെക്സ്റ്റ് വൺ വരുന്നത് പെപ്രോമിയ റെഡ് കാർപ്പറേറ്റയുടെ തന്നെ നല്ല റെഡ് ഷെയ്ഡിൽ ലീഫുകൾ ഉണ്ടാകുന്ന ഈ ഒരു പ്ലാന്റിന് 150 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. ഈ പ്ലാന്റിന് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. ഒരു ഹാഫ് ഇൻഡോറായിട്ട് നല്ല വെളിച്ചമുള്ള ഭാഗങ്ങളിൽ നമുക്ക് വയ്ക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ഫൈക്കസ് റേഡിക്കൻസ് ആണ്. ഈ ഒരു പ്ലാന്റിനെ നമുക്ക് ഹാങ്ങിങ് പോട്ടിലായാലും അല്ലെങ്കിൽ ക്രീപ്പർ പോലെ നമുക്ക് ചുമരിൻ്റെ സൈഡിലൊക്കെ അങ്ങനെയും വളർത്തിയെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ മ്യൂസിക്കൽ നോട്ട് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റാണ്. ഇത് ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ വെക്കാവുന്നതാണ്. നിറഞ്ഞ് പൂക്കളുണ്ടാകും. എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കളുണ്ടാവാറുണ്ട്. ഇതൊരു സ്റ്റബ് വെറൈറ്റിയാണ്, കുറ്റിച്ചെടിയാണ്. കൂടുതൽ മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ്. നെക്സ്റ്റ് വൺ ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ്. ലൈസ്മേച്ചിയ പ്ലാന്റ് ആണ്. 80 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നിറഞ്ഞ മഞ്ഞ പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. അടുത്തതായിട്ട് ഡബിൾ പെറ്റൽ റെഡ് ബാൾസ് ആണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 40 രൂപ പ്രൈസ് വരുന്നത്. ഈ ഒരു പോട്ടോട് കൂടി തന്നെയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ഡാമേജ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ കയ്യിൽ കിട്ടുന്നതാണ്. അടുത്തതായിട്ട് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ്. ജസ്റ്റീഷ്യയുടെ ഈ ഒരു ചെറിയ സൈസ് പ്ലാന്റിൽ പോലും കണ്ടില്ലേ, നിറഞ്ഞ പൂക്കളാണ്. ഓരോ നോഡിൽ നിന്നും ഈ ജസ്റ്റീഷ്യ പ്ലാന്റിൽ നിറച്ചും പൂക്കൾ ഉണ്ടാവാറുണ്ട്. പുതിയ പ്ലാന്റ് പിടിപ്പിച്ചെടുക്കാനും വളരെ എളുപ്പമാണ്. അടുത്തതായിട്ട് സെൻറ്റ് ജോൺസ് വൈറ്റാണ്. യെല്ലോ മെലസ്ട്രോമ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെയാണ് ഈ പ്ലാന്റ് വെച്ചിരിക്കുന്നത്. ഇതിൽ കണ്ടില്ലേ, ഒരുപാട് വലുതാവാതെ തന്നെ നിറച്ചും പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഈ സൈസ് പ്ലാന്റിനാണ് 50 രൂപ. അടുത്തതായിട്ട് വൈറ്റ് തമ്പർജിയ ഇറക്റ്റയാണ്. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നല്ലൊരു വൈറ്റ് ആൻഡ് യെല്ലോ ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂക്കൾ കാണപ്പെടുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. മെക്സിക്കൻ ഫ്ലെയിം വൈറ്റ്. ഒരുപാട് മെച്ചറാവുന്നതിന് മുമ്പ് തന്നെ നിറച്ചും പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഒരു മെക്സിക്കൻ ഫ്ലെയിം വൈറ്റ്. നെക്സ്റ്റ് വൺ നമ്മൾ നേരത്തെ കണ്ട റെഡ് ബാൾസത്തിൻ്റെ തന്നെ പീച്ച് കളറാണ്. ഇതിന് 40 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിന് രണ്ടിനും ലീഫ് ഡിഫറൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ പ്ലാന്റ്സുകളും ഫ്ലവറോ മുട്ടോ ഉള്ള പ്ലാന്റുകൾ ആയിക്കൊള്ളണമെന്നില്ല. ഈ സൈസിലുള്ള ഹെൽത്തി പ്ലാന്റ്സുകൾ തന്നെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നാടൻ പെറ്റൂണിയുടെ ഡബിൾ പെറ്റലാണ്. ഈ ഒരു പർപ്പിൾ കളർ മാത്രമാണ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 90 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് നമുക്ക് കട്ടിങ്സ് ഉപയോഗിച്ചും പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്.
ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട ഒരു പ്ലാന്റാണ് നാടൻ പെറ്റൂണിയയുടെ ഈ ഡബിൾ പെറ്റൽ. ഈ ഒരു കളർ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തതായിട്ട് വെർബീന പ്ലാന്റാണ്. വെർബീനയുടെ 2 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് പെർമനൻറ്റ് വെറൈറ്റിയാണ്. കട്ടിങ്സ് ഉപയോഗിച്ചാണ് നമ്മളിതിൻ്റെ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്, സീഡ് ഉപയോഗിച്ചിട്ടല്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്ലാന്റ്സുകളിൽ പോലും നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു ഷെയ്ഡാണ് അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 2 കളറും 70 രൂപയാണ് പ്രൈസ് വരുന്നത്. ഓരോ പ്ലാന്റിൻ്റെ പ്രൈസാണ് 70 രൂപ. ഈ വെർബീന പ്ലാന്റ്സ് ഒക്കെ നമ്മളടുത്ത് ലിമിറ്റഡ് സ്റ്റോക്കായിട്ട് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ. അടുത്തതായിട്ട് ട്രംപറ്റ് വൈനാണ്. ട്രംപറ്റ് വൈൻ സീസണലായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു ടൈമിലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് 50 രൂപയ്ക്ക് അയച്ചു തരുന്നത്. അടുത്തതായിട്ട് ഓറഞ്ച് ഡെക്കോമയാണ്. ഇതിൻ്റെ ഹൈബ്രിഡ് ടൈപ്പാണ്. ബുഷിയായിട്ട് നിന്നുകൊണ്ട് തന്നെ ചെറിയ പ്ലാന്റിൽ പോലും നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ഗാർഡീനിയ പ്ലാന്റാണ്. ഗന്ധരാജ, സുഗന്ധരാജ, സുഗന്ധ റോസ് എന്നെല്ലാം ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നു. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നാടൻ ബ്രൺഫെൽസിയ പ്ലാന്റ് ആണ്. നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഈ നാടൻ ബ്രൺഫെൽസിയക്കുള്ളത്. 70 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് പെർക്കുറിയ പ്ലാന്റ് ആണ്. ഇതൊരു കുറ്റിച്ചെടിയായിട്ട് തന്നെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന, നമുക്ക് ലോണിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു വെറൈറ്റി കൂടിയാണ്. നെക്സ്റ്റ് വൺ ക്രൈനം ലില്ലിയാണ്. ക്രൈനം ലില്ലിയുടെ നല്ല മെച്ചുറായ ബൾബുകൾക്കാണ് 90 രൂപ പ്രൈസ് വരുന്നത്. ക്രൈനം ലില്ലിയുടെ ഈ ഒരു പിങ്ക് കളർ മാത്രമാണ് ഇനി നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. നേരത്തെ വൈറ്റും അവൈലബിൾ ആയിരുന്നു, ഇനി പിങ്ക് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തതായിട്ട് ഡബിൾ പെറ്റൽ അസേലിയ പ്ലാന്റ്സ് ആണ്. അതിൻ്റെ റെഡ് കളറാണ് നമ്മളടുത്ത് ഇപ്പോൾ കൂടുതലായിട്ടും പൂക്കളായി നിൽക്കുന്നത്. ഇതിന് 170 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് ശംഖുപുഷ്പമാണ്. സിംഗിൾ പെറ്റലിൻ്റെ ബ്ലൂ കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത്. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ശംഖുപുഷ്പം. നെക്സ്റ്റ് വൺ അരൂത പ്ലാന്റ് ആണ്. അരൂത പ്ലാന്റിൻ്റെ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. കുട്ടികളുള്ള വീട്ടിലൊക്കെ നിർബന്ധമായി വെക്കേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ് അരൂത. നെക്സ്റ്റ് വൺ വരുന്നത് ഫിഷ് ബോൺ കാറ്റസ് ആണ്. നിറഞ്ഞു പൂക്കളുണ്ടാകുന്ന, നല്ല നമ്മുടെ നിശാഗന്ധിയൊക്കെ പോലെ നിറച്ചും പൂക്കളുണ്ടാകുന്ന അതിൻ്റെ ഒരു ഫാമിലിയിൽപ്പെട്ട വെറൈറ്റി കൂടിയാണ് ഈ ഫിഷ് ബോൺ കാറ്റസ്. പൂക്കളില്ലെങ്കിൽ പോലും ഇതിൻ്റെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ്. നമ്മുടെ സെക്കുലൻസിൻ്റെ ഒക്കെ ഒരു ഫാമിലിയിൽപ്പെട്ട പ്ലാന്റാണിത്. നെക്സ്റ്റ് വൺ യെല്ലോ ടെക്കോമയാണ്. യെല്ലോ ടെക്കോമയുടെ ഹൈബ്രിഡ് ടൈപ്പാണ്. ചെറിയ കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റി കൂടിയാണിത്. അടുത്തതായിട്ട് ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ് നാനോക്ക് പ്ലാന്റ്. ഇത് കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ നഴ്സറികളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇറങ്ങിയ സമയത്തൊക്കെ നല്ല റേറ്റ് ആയിരുന്നു. ഇതിനിപ്പോൾ 60 രൂപയാണ് പ്രൈസ്. അടുത്തതായിട്ട് പ്രൈനിയ പ്ലാന്റ് ആണ്. 350 രൂപയാണ് ഇതിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിന് വരുന്ന പ്രൈസ്. ലീഫി പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫുകൾക്ക് വളരെ ഭംഗിയാണ്. ഒരു പിങ്ക്, വൈറ്റ് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിൻ്റെ ലീഫുകൾ വരുന്നത്. അടുത്തതായിട്ട് തമ്പർജിയ കോക്സീനിയാണ്. എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് തമ്പർജിയ കോക്സീനിയ. പെട്ടെന്ന് ക്രീപ്പ് ചെയ്ത് പോവുകയും ചെയ്യും. അടുത്തതായിട്ട് മെക്സിക്കൻ ഹൈഡ്രാൻസിയാണ്. ഇത് ഗ്ലോറി ബവർ എന്ന പേരിലും അറിയപ്പെടുന്നു. നമ്മുടെ ഹൈഡ്രാൻസിയയുടെ ഒക്കെ പൂക്കൾ പോലെയാണ് ഇതിൻ്റെ പൂക്കൾ. നല്ല ബഞ്ചായിട്ടാണ് നിൽക്കുന്നത്. ഒരുപാട് പരിചരണം ഇല്ലാതെ തന്നെ നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വയ്ക്കാവുന്നതാണ്. അടുത്തതായിട്ട് വയലറ്റ് ജാസ്മിനാണ്. വയലറ്റ് ജാസ്മിന് സുഗന്ധമുള്ള പൂവല്ല, എന്നാൽ നമ്മുടെ ജാസ്മിനോട് സാമ്യമുള്ള പൂക്കളാണ് ഇതിനുണ്ടാകുന്നത്. മാത്രവുമല്ല എല്ലാ സമയത്തും ഇതിൽ പൂക്കളുണ്ടാവുകയും ചെയ്യുന്നു. കട്ടിങ്സ് ഉപയോഗിച്ചാണ് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അടുത്തതായിട്ട് കമേലിയാണ്. കമേലിയുടെ റെഡ് കളറാണ്. ഇതിന് 170 രൂപയാണ് പ്രൈസ് വരുന്നത്. നല്ല ഹെൽത്തി ആയ പുതിയ ബഡ്സൊക്കെ വന്നു തുടങ്ങിയ പ്ലാന്റ്സുകളാണ്. അടുത്തതായിട്ട് റെഡ് കനകാംബരാണ്. ഹൈബ്രിഡ് ടൈപ്പാണ്. ഒരുപാട് ഹൈറ്റ് വെച്ച് പോകാതെ തന്നെ നിറഞ്ഞു പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റി കൂടിയാണിത്. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമായൊരു പ്ലാന്റാണിത്. അടുത്തതായിട്ട് വൈറ്റ് കമേലിയാണ്. വൈറ്റ് കമേലിക്കും 170 രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത്. പൂക്കളായ പ്ലാന്റ് അല്ല, ലീഫ് ഡിഫറൻറ്റ് നോക്കിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഓറഞ്ച് കനകാംബരാണ്. ഓറഞ്ച് കനകാംബരത്തിൻ്റെ ഹൈബ്രിഡ് ടൈപ്പ് തന്നെയാണ്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ചില പ്ലാന്റ്സിലൊക്കെ മൊട്ടും പൂക്കളൊക്കെ ആയി നിൽക്കുന്നുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ ജെയ്ഡാണ്. നമ്മൾ നോർമലി കാണുന്ന പൂക്കളിൽ നിന്നും വ്യത്യസ്തമായ കളറിലോട് കൂടിയ പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റാണ് ഈ ജെയ്ഡ് വൈൻ.
ബ്ലൂ ആണോ ഗ്രീൻ ആണോ എന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല ഇതിൻ്റെ ആ ഒരു ഫ്ലവർ കാണുമ്പോൾ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 450 രൂപ. നെക്സ്റ്റ് വൺ റെഡ് റോസീഡ പ്ലാന്റ് ആണ്. നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു ശ്രബ് വെറൈറ്റിയാണ്. എല്ലാ സമയത്തും അടഞ്ഞ മഴക്കാലത്ത് പോലും ഇതിൽ നിറഞ്ഞു പൂക്കളുണ്ടാകുന്നു. കുറേ വർഷങ്ങൾ കൊണ്ട് ഇതൊരു ട്രീ ആയി മാറിയേക്കാം. നെക്സ്റ്റ് വൺ വരുന്നത് ഹണിസക്കിളാണ്. നല്ല സുഗന്ധമുള്ള പൂക്കളുണ്ടാകുന്ന, എല്ലാ സമയങ്ങളിലും എല്ലാ കാലാവസ്ഥയിലും പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഹണിസക്കിൾ. ഇത് ഒരുപാട് മെച്ചറാകുന്നതിന് മുമ്പ് തന്നെ ഇതിൽ പൂക്കളുണ്ടായി തുടങ്ങുകയും ചെയ്യും. നെക്സ്റ്റ് വൺ വരുന്നത് ട്രീ ഫേൺ ആണ്. ഫേണിൽ നിന്നും ഒരു വ്യത്യസ്തമായ വെറൈറ്റി ഫേണാണ് ഈ ട്രീ ഫേൺ. ഇതിൻ്റെ ലീഫുകൾ ഫേണിനോട് സാദൃശ്യമുണ്ടെന്ന് മാത്രം. 90 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് ഡബിൾ പെറ്റൽ നന്ദ്യാർവട്ടാണ്. ആദ്യ കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ കണ്ടുവന്നിരുന്നൊരു പ്ലാന്റ് കൂടിയാണിത്. നെക്സ്റ്റ് വൺ റൂട്ടിയ ഫ്രൂട്ടിക്കോസ എന്നറിയപ്പെടുന്ന ഒരു സ്റ്റെബ് വെറൈറ്റി പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ നഴ്സറികളിലൊന്നും അങ്ങനെ ഒരുപാട് കാണാറുള്ള ഒരു പ്ലാന്റ് അല്ല. എന്നാൽ എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കളായിരിക്കും കേട്ടോ. എല്ലാ സമയത്തും മഴക്കാലത്തൊക്കെ ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു പ്ലാന്റ് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നശിച്ചു പോകുന്നൊരു വെറൈറ്റി ഒന്നുമല്ല. അടുത്തതായിട്ട് വാട്ടർ ബാമ്പു ആണ്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതുപോലെ ബോർഡർ പ്ലാന്റ് ആയൊക്കെ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി വെറൈറ്റിയാണ് ഈ വാട്ടർ ബാമ്പു. അടുത്തതായിട്ട് വരുന്നത് ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഈ ഒരു ഡബിൾ ഷെയ്ഡ് മാത്രമാണ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. ചെറിയ തൈകളാണ്. അടുത്തതായിട്ട് വൈറ്റ് പെട്രിയ പ്ലാന്റ് ആണ്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് 70 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. അടുത്തതായിട്ട് ജോൺ ക്രീപ്പറാണ്. ജോൺ ക്രീപ്പർ നമ്മുടെ പിങ്ക് ടെക്കോമ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് ചെറുതായി ഒന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്നൊരു വെറൈറ്റിയാണ്. സ്റ്റെബായിട്ടും നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. ചട്ടിയിലോ നിലത്തൊക്കെ വലിയ മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാതെ വളർത്താൻ പറ്റിയൊരു വെറൈറ്റിയാണ്. അടുത്തതായിട്ട് പിങ്ക് ബ്ലീഡിംഗ് ഹെർട്ടാണ്. ഇതിൻ്റെ ആ ഒരു കപ്പ് വരുന്നത് പിങ്ക് കളറിലും ഫ്ലവർ വരുന്നത് റെഡ് ഷെയ്ഡിലുമായിരിക്കും. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. എല്ലാ സമയത്തും ഇതിൽ പൂക്കളുണ്ടാവുന്നു. അടുത്തതായിട്ട് വൈറ്റ് റോസീഡയാണ്. വൈറ്റ് റോസീഡ അങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് അല്ല. ഇതിൻ്റെ യെല്ലോയും റെഡൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണാറുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് 130 രൂപയാണ് പ്രൈസ്. അടുത്തതായിട്ട് വൈറ്റ് ബ്ലീഡിംഗ് ഹെർട്ടാണ്. ഇതിനും 50 രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ബേർഡ് ഓഫ് പാരഡൈസ് ആണ്. അതിൻ്റെ ഓറഞ്ച് ഷെയ്ഡാണ്. 3 കളേഴ്സ് നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിന് 160 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റിയൊരു വെറൈറ്റി കൂടിയാണ്. അത്യാവശ്യം വെളിച്ചമുള്ള ഭാഗത്താണ് നന്നായിട്ട് പൂക്കളുണ്ടാകുന്നത്. അടുത്തത് റെഡ് ഹൈഡ്രാഞ്ചിയാണ്. ഹൈഡ്രാഞ്ചിയുടെ കാര്യത്തിൽ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇത് ഒരുപാട് മെച്ചറായിട്ടാണോ ഫ്ലവർ ഉണ്ടാകുന്നത്, പിന്നെ പ്രത്യേക പരിചരണം ആവശ്യമാണോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ ഫ്ലവറായ പ്ലാന്റ്സ് എടുത്തു കാണിച്ചത്. അടുത്തതായിട്ട് വരുന്നത് റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള പൂക്കളും മൊട്ടുകളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റിനാണ് 120 രൂപ പ്രൈസ് വരുന്നത്. അത്യാവശ്യം നല്ല ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ലോലിപോപ്പ് പ്ലാന്റ് ആണ്. ഇതതുപോലെ തന്നെ കൂടുതൽ പരിചരണം ഒന്നും ഇല്ലാതെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു കുറ്റിച്ചെടിയാണ്. എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ നമുക്കിതിനൊരു ബോർഡർ പ്ലാന്റ് ആയിട്ടോ അല്ലെങ്കിൽ പോട്ടിലോ ഒക്കെ അനായാസം വളർത്തിയെടുക്കുകയും ചെയ്യാം. അടുത്തതായിട്ട് ഇലഞ്ഞിയാണ്. ഇലഞ്ഞി ഒരു ട്രീ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു 2 വർഷമൊക്കെ ആകുമ്പോഴാണ് ഇതിൽ പൂക്കളുണ്ടായി തുടങ്ങുന്നത്. ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ സമയത്തും നിറഞ്ഞു പൂക്കളുണ്ടാകുന്നുണ്ട്. 80 രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് പാരിജാതമാണ്. പാരിജാതം നിങ്ങൾക്ക് നിലത്തോ ചട്ടിയിലോ ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റാണ്. നല്ല സുഗന്ധമുള്ള പൂക്കളാണ് പാരിജാതം പ്ലാന്റിൽ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ലെമൺ വൈൻ ആണ്. ലെമൺ വൈൻ ശരിക്കും ഒരു ക്രീപ്പർ വെറൈറ്റിയാണ്. എന്നാൽ ഇതിനെ ചട്ടിയിൽ വെട്ടി നിർത്തി അങ്ങനെയും വളർത്തിയെടുക്കാവുന്നതാണ്. ഇതും കൂടുതൽ പരിചരണമൊന്നും ഇല്ലാത്തൊരു പ്ലാന്റാണ്. സീഡിൽ നിന്നോ കട്ടിങ്ങിൽ നിന്നോ നിങ്ങൾക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് അക്കാലിഫയാണ്. ഇതിന് ശരിക്കും ഹാങ്ങിങ് പോട്ടിൽ വളർത്തുമ്പോഴാണ് കൂടുതൽ ഭംഗി. കൂടാതെ ഗ്രൗണ്ട് കവറിംഗ് ആയിട്ടും ഇതിനെ ചെയ്യാവുന്നതാണ് കേട്ടോ. അത്യാവശ്യം വെളിച്ചമുള്ള ഭാഗത്ത് വെക്കുമ്പോഴാണ് നന്നായിട്ട് ഇതിൽ പൂക്കളുണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് മോർണിംഗ് ഗ്ലോറിയാണ്. ഒരുപാട് ക്രീപ്പ് ചെയ്ത് പോകുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് മോർണിംഗ് ഗ്ലോറി. രാവിലെ നന്നായിട്ട് വിടർന്ന പൂക്കളോട് കൂടി നമ്മളെ സ്വീകരിക്കുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് കൂടിയാണ് ഈ ഒരു മോർണിംഗ് ഗ്ലോറി. അടുത്തതായിട്ട് ഒരു ഫ്രൂട്ടാണ് ലില്ലിപ്പില്ലി. ലില്ലിപ്പില്ലിയുടെ കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റിന് 90 രൂപയാണ് പ്രൈസ് വരുന്നത്. കട്ടിങ്സ് ഉപയോഗിച്ചുണ്ടാക്കിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മെച്ചുർ ആവേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് തന്നെ നന്നായിട്ട്
ഫ്രൂട്ട് ഉണ്ടാകുന്നു. അടുത്തായിട്ട് വോങ്ക ക്രീപ്പറാണ്. കുറഞ്ഞ കാലങ്ങളെ ആയുള്ളൂ ഈ ഒരു ക്രീപ്പർ വെറൈറ്റി നമ്മുടെ നഴ്സറികളിലൊക്കെ എത്തി തുടങ്ങിയിട്ട്. ഈ ഒരു പ്ലാന്റിന് 90 രൂപയാണ് പ്രൈസ് വരുന്നത്. നല്ല മെച്ചറായി നിൽക്കുന്ന നല്ല വള്ളിയൊക്കെ വീശി തുടങ്ങിയ പ്ലാന്റാണ് അയക്കുന്നത്. അടുത്തതായിട്ട് ബാംബു ഓർക്കിഡാണ്. കൂടുതൽ മെയിൻ്റെനൻസ് ഒന്നുമില്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയൊരു ഓർക്കിഡ് വെറൈറ്റിയാണ് ഈ ബാംബു ഓർക്കിഡ്. ഇതിനെ നമുക്ക് മണ്ണിൽ തന്നെ ഗ്രൗണ്ടിലോ പോട്ടിലോ ഒക്കെ വളർത്തിയെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്നത് യെല്ലോ അലമാണ്ട പ്ലാന്റാണ്. യെല്ലോ അലമാണ്ടയുടെ നാടൻ വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കൂടുതൽ കേടൊന്നും ഇതിന് സംഭവിക്കാറില്ല. നല്ല പ്രതിരോധ ശേഷിയുള്ള പ്ലാന്റ്സുകളാണ്. അത്യാവശ്യം മെച്ചറായി നിൽക്കുന്ന ഈ ഒരു സൈസിൽ മൊട്ടൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റാണ് 90 രൂപയ്ക്ക് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ ബഡ്ലിയ പ്ലാന്റ് ആണ്. ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന പേരിലും അറിയപ്പെടുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഇതിൽ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ എപ്പോഴും പൂമ്പാറ്റകൾ ഇതിന് ചുറ്റും കാണപ്പെടാറുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അടുത്തതായിട്ട് പിങ്ക് ജാസ്മിനാണ്. നന്നായിട്ട് കുലകുത്തി പൂക്കൾ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഈ പിങ്ക് ജാസ്മിൻ. 80 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ചെറിയ സുഗന്ധമുള്ള പൂക്കളാണ് ഈ പിങ്ക് ജാസ്മിനിൽ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് കുറ്റിമുല്ലയാണ്. കുറ്റിമുല്ല നല്ല ഡബിൾ പെറ്റൽ പൂക്കളുണ്ടാകുന്ന നല്ല സുഗന്ധമുള്ള പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. കുറ്റിമുല്ല പ്ലാന്റിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ സാധാരണ ജാസ്മിൻ സീസണായിട്ടാണ് പൂക്കളുണ്ടാകുന്നത്. ഇതിൽ എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാകുന്നു. അടുത്തതായിട്ട് ഏഞ്ചൽ ബിഗോണിയാണ്. പൂക്കളേക്കാൾ ഭംഗിയുള്ള ലീഫുകളാണ് ഈ ഏഞ്ചൽ ബിഗോണിക്കുള്ളത്. കട്ടിങ്സ് ഉപയോഗിച്ച് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാം. ഒരു ഹാഫ് ഇൻഡോർ ആയിട്ടും വളർത്താവുന്നതാണ്. അടുത്തതായിട്ട് ഓറഞ്ച് ഗോൾഡ് ഫിഷ് പ്ലാന്റ് ആണ്. ഇതിനെ ഹാങ്ങിങ് പോട്ടിലോ സ്റ്റാൻഡ് പോട്ടിലോ ഒക്കെ നമുക്ക് വളർത്താവുന്നതാണ്. ഇതിനും ഒരു ഹാഫ് ഇൻഡോർ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ് നല്ലത്. നല്ല ഗ്ലേസിംഗ് ഉള്ള ലീഫുകളാണ് ഇതിലേക്ക് ഉണ്ടാവുന്നത്. അടുത്തതായിട്ട് ഒലിവ് പ്ലാന്റ് ആണ്. 180 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് കായ പിടിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണിത്. അടുത്തതായിട്ട് റിപ്സാലിസ് പ്ലാന്റ് ആണ്. ഇത് അത്യാവശ്യം മെച്ചുറായി കഴിയുമ്പോഴാണ് ഈ ഒരു നല്ലൊരു റെഡ് ഷെയ്ഡിലേക്ക് ഇതിൻ്റെ ലീഫുകൾ മാറി വരുന്നത്. ഇതിൻ്റെ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും അയച്ചു തരുന്നത്. അടുത്തതായിട്ട് മാംഗോസ്റ്റീനാണ്. മാംഗോസ്റ്റീന് 130 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ സീഡ് പ്ലാന്റുകളാണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് അയക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഈ ഒരു ഫ്രൂട്ട് നമ്മുടെ പഴങ്ങളുടെ റാണി എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് റെഡ് നൈറ്റ് ക്യൂനാണ്. റെഡ് നൈറ്റ് ക്യൂൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ പകൽ സമയങ്ങളിലും ഈ പൂക്കൾ വിടർന്ന് തന്നെ നിൽക്കുന്നു. എന്നാൽ രാത്രി സമയത്താണ് സുഗന്ധം വിടർത്തുന്നത്. അടുത്തതായിട്ട് ഹൈബ്രിഡ് ബ്രെൻഫെൽസിയ പ്ലാന്റ് ആണ്. 3 നിറങ്ങളിൽ വ്യത്യസ്തമായ പൂക്കൾ വിരിയുന്ന ഈ ഒരു പ്ലാന്റിന് 60 രൂപയാണ് പ്രൈസ് വരുന്നത്. വൈറ്റ്, പിങ്ക്, പർപ്പിള് ഈ 3 ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂക്കൾ കൂടുതലായും കാണുന്നത്. അടുത്തതായിട്ട് ബഡ്ലിയയുടെ വൈറ്റ് ഫ്ലവറാണ്. ഇതും ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നറിയപ്പെടുന്നൊരു പ്ലാന്റ് കൂടിയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 70 രൂപ. അടുത്തതായിട്ട് ആമസോൺ ബ്ലൂ ആണ്. കട്ടിങ്സ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് മാത്രമല്ല, കൂടുതൽ മെച്ചറാകുന്നതിന് മുമ്പ് തന്നെ ഇതിൽ നന്നായിട്ട് പൂക്കളുണ്ടാകുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് റെഡ് ഡ്രാഗൺ ഫ്രൂട്ടാണ്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഇതിൻ്റെ പ്ലാന്റിന് 100 രൂപയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് സൺഡേ മൺഡേ എന്നൊക്കെ അറിയപ്പെടുന്ന ഗോൾഡൻ ഗാർഡീനിയാണ്. നല്ല സുഗന്ധമുള്ള പൂക്കൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല 3 ഡിഫറെൻറ്റ് ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂക്കൾ വിരിയുന്നത്. അടുത്തതായിട്ട് പാരിജാതം പ്ലാന്റ് ആണ്. 200 രൂപയാണ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഇതിൻ്റെ പ്ലാന്റിന് വരുന്ന പ്രൈസ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ റെഡ് ഹോയയാണ്. ജിഫിയിൽ വേര് പിടിപ്പിച്ച റെഡ് ഹോയയുടെ പ്ലാന്റുകൾക്ക് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. ക്രീപ്പർ പ്ലാന്റായും ഹാങ്ങിങ് പോട്ടിലുമെല്ലാം ഹോയ പ്ലാന്റ്സിനെ വളർത്തിയെടുക്കാവുന്നതാണ്. വൈറ്റ് ഹോയ പ്ലാന്റിനും 50 രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത്. 5 കളേഴ്സ് നമ്മളെടുത്ത് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഫയർ ക്രാക്കർ പ്ലാന്റ് ആണ്. നല്ല വെയിലുള്ള ഭാഗത്താണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റാണിത്. ഇങ്ങനെ തൂങ്ങിക്കിടന്നാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത്. പോട്ടിലും നിലത്തും വളർത്താവുന്നതാണ്. അടുത്തതായിട്ട് വൈറ്റ് പ്ലംബോഗയാണ്. വൈറ്റ് പ്ലംബോഗയൊന്നും അങ്ങനെ കോമൺ ആയി കാണുന്ന ഒരു പ്ലാന്റ് അല്ല. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ ഏഞ്ചൽ ട്രംപറ്റ് ആണ്. ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു പിങ്ക് ആൻഡ് ഓറഞ്ച് ഷെയ്ഡിലുള്ള ഒരു വെറൈറ്റിയാണ് നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. നിലത്തോ പോട്ടിലോ ഒക്കെ വളർത്താവുന്നതാണ്. നെക്സ്റ്റ് വൺ പെപ്രോമിയാണ്.
ഈ ഒരു ഷെയ്ഡിലുള്ള പെപ്പറോമിയയുടെ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റിന് 40 രൂപയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ഇക്സോറ പ്ലാന്റ് ആണ്. ഇത് മിനിയേച്ചർ ടൈപ്പല്ല, വലിയ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു സൈസിൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ചെറിയ പ്ലാന്റ്സുകളാണ് കേട്ടോ. അടുത്തതായിട്ട് വെരിഗേറ്റഡ് ബ്രൺഫെൽസിയാണ്. വെരിഗേറ്റഡ് ബ്രൺഫെൽസിയയുടെ ഒരു പ്രത്യേകത, ഇതിൻ്റെ നാടൻ ബ്രൺഫെൽസിയയുടെ പൂക്കൾ പോലെ നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത്. അടുത്തതായിട്ട് ഹൈബ്രിഡ് ഫാഷൻ ഫ്രൂട്ടാണ്. കാവേരി വെറൈറ്റിയാണിത്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നല്ല മധുരമുള്ള ഫ്രൂട്ടാണ് ഇതിലുണ്ടാകുന്നത്. അങ്ങനെ പുളിയൊന്നുമുള്ള ഫ്രൂട്ടായിരിക്കില്ല. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ്, സീഡ് മുളപ്പിച്ച പ്ലാന്റ്സ് ആണ് അയക്കുന്നത്. അടുത്തതായിട്ട് മൾബറിയാണ്. മൾബറിയുടെ കട്ടിങ്സ് ഉപയോഗിച്ചുണ്ടാക്കിയ പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ ചെറിയ പ്ലാന്റ്സിൽ പോലും നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനും സ്ക്വാഷ് ഉണ്ടാക്കാനൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് റെഡ് ഇക്സോറയാണ്. റെഡ് ഇക്സോറയുടെ നാടൻ വെറൈറ്റിയാണ്. 50 രൂപയാണ് ഇതിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് പ്രൈസ് വരുന്നത്. എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഇക്സോറ പ്ലാന്റ്സുകൾ. അടുത്തതായിട്ട് വരുന്നത് വാട്ടർ ജാസ്മിൻ പ്ലാന്റ് ആണ്. റൈറ്റിയ എന്ന പേരിലൊക്കെ ഈ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന നല്ല സുഗന്ധമുള്ള പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ഈ വാട്ടർ ജാസ്മിൻ്റേത്. ഒരു സ്ട്രബ് വെറൈറ്റിയാണ്. കുറ്റിച്ചെടിയായിട്ട് നമുക്ക് പോട്ടിലും നിലത്തൊക്കെ വളർത്താവുന്നതാണ്. അടുത്തതായിട്ട് എലിയോ കാർപ്പസ് ആണ്. ജിംകി കമൽ എന്ന പേരിലും ഈ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 60 രൂപ മാത്രമാണ്. എല്ലാ ക്ലൈമറ്റിലും ഈ പ്ലാന്റ് നന്നായിട്ട് പൂക്കളുണ്ടാകുന്നു. അടുത്തതായിട്ട് ബ്ലൂ പെട്രിയ പ്ലാന്റ് ആണ്. നല്ല ഡാർക്ക് കളറിൽ വയലറ്റ് ആൻഡ് ബ്ലൂ ഷെയ്ഡിൽ നിൽക്കുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 70 രൂപ മാത്രമാണ്. ഒരു ക്രീപ്പർ വെറൈറ്റി ആണെങ്കിൽ കൂടിയും ഹാർഡി പ്ലാന്റ് കൂടിയാണിത്. അടുത്തതായിട്ട് ഗാർലിക് വൈനാണ്. ഗാർലിക് വൈൻ കാണാനുള്ള ഭംഗി മാത്രമല്ല, ഈ പ്ലാന്റുള്ള സ്ഥലങ്ങളിൽ ഇഴജന്തുക്കൾ, പാമ്പ് പോലുള്ള ഇഴജന്തുക്കളൊന്നും വരാറില്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ലീഫുകൾക്ക് ഒരു വെളുത്തുള്ളിയുടെ ഒക്കെ സ്മെല്ലുള്ളത് കൊണ്ടായിരിക്കാം അത്. അടുത്തതായിട്ട് അവക്കാഡോ പ്ലാന്റ് ആണ്. സീഡ് മുളപ്പിച്ച അവക്കാഡോ പ്ലാന്റിന് 80 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇത് പുള്ളോക്ക് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ എല്ലാ കാലാവസ്ഥയിലും ഇതിൽ കായ്കൾ ഉണ്ടാകുന്നുണ്ട്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും അനുയോജ്യമായ പ്ലാന്റാണിത്. അടുത്തതായിട്ട് ക്ലാരോഡൻഡ്രോ ആണ്. ഇതൊരു കുറ്റിച്ചെടിയാണ്. ഇതിന് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. പോട്ടിലോ നിലത്തൊക്കെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. നല്ല വെയിലുള്ള ഭാഗങ്ങളിലാണെങ്കിലാണ് നന്നായിട്ട് പൂക്കളുണ്ടാകുന്നത്. അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ റിബൺ ബുഷാണ്. ഇതൊരു സ്ട്രബായിട്ട് വളർത്താൻ പറ്റിയൊരു ലീഫി പ്ലാന്റ് ആണ്. മാത്രമല്ല ഇതൊരു ഔഷധ ഗുണമുള്ള ലീഫ് കൂടിയാണ്. പഴുതാരി ചെടി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. അടുത്തതായിട്ട് റെഡ് പോയിൻസിറ്റിയുടെ ട്വിസ്റ്റഡ് വെറൈറ്റിയാണ്. വയനാട്ടിലേക്കുള്ള യാത്രയിൽ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന ഈ ഒരു പ്ലാന്റിന് 70 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. അടുത്തത് ഫിഡിൽ ലീഫ് ഫിഗ് ആണ്. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റിയൊരു ലീഫി പ്ലാന്റ് ആണ്. ജിഫിയിൽ റൂട്ടാക്കിയ ഈ ഒരു സൈസ് പ്ലാന്റിന് 90 രൂപയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ ഹൈബ്രിഡ് പീസ് ലില്ലിയാണ്. 130 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് നോർമൽ നമ്മൾ കാണുന്ന പീസ് ലില്ലി പോലെയല്ല. ഇതിൻ്റെ ലീഫൊക്കെ കണ്ടില്ലേ, നല്ല വലിയ ലീഫാണ് ഇതിന്. നെക്സ്റ്റ് വൺ വരുന്നത് മെഡിനില്ല പ്ലാന്റ് ആണ്. 3 ഷെയ്ഡിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഈ ഒരു മെഡിനില്ല പ്ലാന്റിന്, നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. ഒരു ഷെയ്ഡ് ആഗ്രഹിക്കുന്ന പ്ലാന്റാണിത്. നെക്സ്റ്റ് വൺ യെല്ലോ ജാസ്മിൻ ആണ്. ഒരുപാട് സുഗന്ധമൊന്നുള്ള പൂക്കളല്ല ഈ യെല്ലോ ജാസ്മിൻ്റേത്. എന്നാൽ ജാസ്മിൻ ഫ്ലവറിനോട് കറക്റ്റ് സാമ്യമുള്ള പൂക്കളാണിതിന്. ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത്. അടുത്തതായിട്ട് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. 90 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ശരിക്കും പൂമ്പാറ്റ ഇരിക്കുന്ന പോലത്തെ ഷേപ്പിലുള്ള ഒരു ലീഫാണ് ഇതിനുള്ളത്. അടുത്തതായിട്ട് പിങ്ക് ടെക്കോമ. പാണ്ഡൂരിയ ജാസ്മിൻ എന്ന പേരിലും ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നു. ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ്. എന്നാൽ നിങ്ങൾക്ക് പോട്ടിലും ഇതിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ സ്പൈഡർ ഗ്രാസ് ആണ്. ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ തൂങ്ങി ഒരുപാട് പ്ലാന്റുകൾ ഉണ്ടാകുകയും അതിൽ നിന്ന് നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അടുത്തതായിട്ട് ഹിബിസ്കസ് ഡിലീഷ്യസ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ്. 130 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഹിബിസ്കസിൻ്റെ ഫാമിലിയിലൊക്കെ പെട്ടൊരു പ്ലാന്റാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് ഡിസംബർ ലേഡിയാണ്. ഡിസംബർ ലേഡി നമ്മുടെ അവിലൊക്കെ ഇങ്ങനെ വിതറിയിട്ട പോലെയാണ് ഇതിൻ്റെ ഈ ഒരു ലീഫുകൾ കാണപ്പെടുന്നത്. ഇത് ശരിക്കും പൂക്കളല്ല, ലീഫിൽ തന്നെ കളർ ചേഞ്ച് വരുന്നതാണ്. 70 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ വെരിഗേറ്റഡ് ജെയ്ഡ് ആണ്.
ഇത് 590 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് ശരിക്കും ഒരു ബോൺസായി ആക്കി എടുത്ത ഒരു പ്ലാന്റുകളാണ്. നല്ല ചെറിയ പ്ലാന്റ് ഒന്നല്ല, നല്ല അടിഭാഗം നന്നായിട്ട് മെച്ചുറായി നിൽക്കുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 590. ഇതിനൊരു ഹാഫ് ഇൻഡോറായിട്ട് വളർത്താവുന്നതാണ്. അടുത്തതായിട്ട് യെല്ലോ ജാക്കോബിനെയാണ്. ഇതിന് 60 രൂപയാണ് ഇതിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് പ്രൈസ് വരുന്നത്. കൂടുതൽ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റിയൊരു സ്രബ് വെറൈറ്റിയിൽപ്പെട്ട ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണിത്. നെക്സ്റ്റ് വൺ സീഡ്ലെസ് ലെമൺ ആണ്. ഇതിന് സീഡില്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെ തൊലിക്ക് പോലും കയ്പില്ലാത്തൊരു ലെമൺ വെറൈറ്റി കൂടിയാണിത്. നെക്സ്റ്റ് വൺ സിംഗിൾ പെറ്റൽ അസേലിയ. ഈ ഒരു ഷെയ്ഡിലുള്ള സിംഗിൾ പെറ്റൽ അസേലിയയുടെ പ്ലാന്റിന് 90 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ഒരു കളർ മാത്രമാണ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ചെറിയ പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ, ഒട്ടൊക്കെ ആയി തുടങ്ങിയ വലിയ പ്ലാന്റുകൾ തന്നെയാണ്. അടുത്താണ് ബിഗോണിയ. റെക്സ് ബിഗോണിയൻ്റെ ഈ ഒരു വെറൈറ്റിക്ക് 90 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത്. അടുത്തതായിട്ട് റോബസ്റ്റയുടെ G9 വെറൈറ്റിയാണ്. 60 രൂപയാണ് ടിഷ്യൂ കൾച്ചർ ചെയ്ത ഈ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ പോംഗ്രാനൈറ്റ് ആണ്. ലെയർ ചെയ്ത പ്ലാന്റിന് 100 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതുപോലെ നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. ലെയർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മെച്ചറാവാതെ പെട്ടെന്ന് തന്നെ കായ ഉണ്ടാകുന്നു. ഡ്രമ്മിലോ നിലത്തോ വളർത്താവുന്നതാണ്. ഇത്രയും പ്ലാന്റ്സുകളാണ് ഈ ഒരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. കഴിയുന്നതും വിളിക്കുന്നതിന് പകരം വീഡിയോ മുഴുവനായി കണ്ട് മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കണം. പകൽ സമയങ്ങളിൽ നമ്മൾ പാക്കിങ്ങിലായതുകൊണ്ട് എല്ലാ കോളുകളും ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാനായി സാധിച്ചെന്ന് വരില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.